നമസ്കാരം. ഞാൻ ഷാജി ഈപ്പൻ. കർമ്മണ്യേവാധികാരസ്ഥെ മ ഫലേഷു കഥാചന മ കർമ്മഫലകെ ദുർഭൂതേ സംഗോത്സ്യ കർമ്മണി. ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 47-ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്, അർജുന, കർമ്മണ്യേവാധികാരസ്ഥെ മ ഫലേഷു കഥാചന. നീ നിൻ്റെ കർമ്മം ചെയ്യണം, അത് ഫലം ഇച്ഛിക്കാതെ വേണം ചെയ്യാൻ. നീ നല്ല കർമ്മം ചെയ്താൽ ആ നല്ല കർമ്മത്തിനുള്ള ഫലം നിനക്ക് പിന്നെ കിട്ടും. നീ ചെയ്യുന്ന കർമ്മം മോശമാണെങ്കിൽ ആ മോശത്തിനുള്ള ഫലമായിരിക്കും പിന്നെ കിട്ടുന്നത്. അപ്പോൾ നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലവും, മോശം കർമ്മം ചെയ്താൽ മോശ ഫലവുമാണ് കിട്ടുന്നത്. ഇത് ഗീതയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഞാനിത് പറയാനുള്ള കാരണം, സമൂഹത്തിൽ നല്ല കർമ്മം ചെയ്യുന്നവർ വളരെ കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. മറ്റുള്ള ആളുകളെ സഹായിക്കാനും മറ്റുള്ള ആളുകളുടെ വേദനകളിൽ കണ്ട് അതിൽ ദുഃഖം, വേദന തോന്നി അവർക്ക് സഹായഹസ്തം നീട്ടുവാനും അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ലാളിക്കാനും അവരുടെ കണ്ണീരൊപ്പുവാനുമുള്ള മനസ്സുള്ളവർ വളരെ ചുരുക്കം പേരുള്ളൂ. വളരെ ഭൂരിപക്ഷം പേരും അങ്ങനെയല്ല നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി. ഇതിൽ തന്നെ പ്രിയമുള്ളവരെ 2 കാറ്റഗറി ഉണ്ട്. സഹായിക്കുന്നവരിൽ 2 കാറ്റഗറി. ഒന്ന്, പ്രശസ്തിക്കും പ്രതാപത്തിനും വേണ്ടി മറ്റുള്ളവരെ സഹായം കൊടുത്ത് സഹായിക്കുന്ന രീതി കാണിച്ചു കൊടുത്തുകൊണ്ട് ആളാകാൻ നോക്കുന്നവരുണ്ട്. മറ്റുള്ള 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ സഹായിക്കുന്നത് പോലും മറ്റുള്ളവർ അറിയില്ല. അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഈ സൊസൈറ്റിയോടുണ്ട്, ഒരു പ്രതിബദ്ധത. പ്രിയമുള്ളവർ, ആ പ്രതിബദ്ധതയുള്ളവരാണ് മനുഷ്യത്വമുള്ളവർ. ബൈബിളിലെ മറ്റൊരു വാക്യമുണ്ട്, വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഡസ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് നോട്ട് ഡു. നിൻ്റെ വലതു കൈ ചെയ്യുന്നത് എന്താണെന്ന് ഇടതു കൈ പോലും അറിയരുത്. ഈ സഹായത്തിൻ്റെ കാര്യത്തിൽ അത് വളരെയധികം പ്രസക്തമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഈ 2ാമത്തെ കാറ്റഗറിപ്പെട്ട മനുഷ്യത്വമുള്ള ഒരാളാണ്. പുള്ളി 1997 അദ്ദേഹം കുവൈറ്റിലെത്തി. ഇതുവരെ കുവൈറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. കുവൈറ്റിൽ 1997 ചെന്നതിന് ശേഷം 2001 2002 അവിടെ ഇവരെല്ലാം കൂടി ഈ സമൂഹത്തിന് നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ, അത് നമ്മുടെ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമല്ലേ, അതിനെന്ത് ചെയ്യണമെന്ന ആലോചനയിൽ നിന്നാണ് കുവൈറ്റ് സ്വാന്തനം എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പിറവിയെടുക്കുന്നത്. അതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രധാനികളിൽ ഒരാളാണ് ശ്രീ ജ്യോതിദാസ്. ശ്രീ ജ്യോതിദാസിനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് വളരെ വിനയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നന്ദി സജീവ്. ഏത് വർഷമാണ് കുവൈറ്റിലെത്തിയത്? 1997 കുവൈറ്റിലെത്തുന്നത്. ഇവിടുന്ന് എന്തൊക്കെ പഠിച്ചിട്ടാണ് അവിടെ പോയത്? 94 കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി. അതിനുശേഷം നാട്ടിൽ കുറച്ചാൾ ജോലി ചെയ്തു. കൊച്ചി, ബോംബെ, ഗുജറാത്ത്, അങ്ങനെ ആ വഴി കുവൈറ്റിലോട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ പോകും. അങ്ങനെ കഴിഞ്ഞ ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് മുകളിലായിട്ട്. അതെ 1/4 നൂറ്റാണ്ടിന് മുകളിലായി പ്രവാസി മലയാളിയാണ്. കുടുംബം എല്ലാം അവിടെയാണോ? കുടുംബം എല്ലാം അവിടെയാണ്. ഏത് വർഷമാണ് ഈ സ്വാന്തനവുമായിട്ട് ബന്ധപ്പെടുവാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? 97 ഞാൻ കുവൈറ്റിലെത്തുന്നത്. 2001 ഈ സാന്ത്വനം കുവൈറ്റ് എന്നൊരു സംഘടന അവിടെ രൂപവൽക്കരിച്ച് ഈ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങുന്നത്. അതിനകത്ത് എൻ്റെ രൂപവൽക്കരണ ആലോചനകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിനകത്ത് കൂടെ കൂടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിൻ്റെ ഒരു ആലോചന തുടങ്ങുന്ന ഒരു സഹായ അഭ്യർത്ഥന TV യിൽ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അതിൽ ആ ആലോചനകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളുകൾ അവരുടെ ആ സർക്കിളിനെ വിപുലമാക്കി കൂടുതൽ ആളുകളെ അതിലോട്ട് ചേർത്ത് സംഘടനയെ വിപുലമാക്കുന്നതിന് ഭാഗമായിട്ട് ആ വിവരം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിയുകയും ഞാനും അതിനോട് ചേരുകയും ആണ് ചെയ്തത്. ഈ ഇതുപോലൊരു സന്നദ്ധ സംഘടനയിൽ ചേരുവാൻ ഉണ്ടായ ഒരു പ്രേരണയുണ്ട്, ഒരു ഉൾവിളി. അത് നമുക്ക് നമ്മുടെ കൂടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നൊരു സഹായം, അതെന്തുമാകട്ടെ, ചെറുതോ വലുതോ എന്തുമാകട്ടെ, അത് ചെയ്യുവാനൊരു മനസ്സ് എങ്ങനെയാണ് ഉണ്ടായത്? അത് ശരിക്കും ഞാൻ വളർന്ന ജീവിത സാഹചര്യം വളരെ കഷ്ടപ്പാടിൻ്റെയും ഒരു വേദനകളുടെയും ഒക്കെ ആയിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടാണ് പഠിച്ചതിനകത്തൊക്കെ ഒരുപാട് ആളുകളുടെ സഹായമുണ്ട്. ബന്ധുക്കളുടെയും ഒക്കെ കൂടുതലും ബന്ധുക്കളുടെയും അയൽവക്കാരെയും അഭ്യുതകാംക്ഷികളുടെ ഒക്കെ സഹായമുണ്ട്. അപ്പം ആ ഒരു
ആ ഒരു സഹായവും മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ട ഒരു ആവശ്യകത പൂർണ്ണമായി ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതിലോട് സഹകരിക്കും. ഇതിൽ നിങ്ങൾ ഇതിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നത്? തുടക്കകാലത്ത് 100, 200 ആ രീതിയിൽ അത് വളർന്നു പോവുകയായിരുന്നു. ഒരു 80. പിന്നെ ആദ്യത്തെ ഒരു വർഷത്തെ ജനറൽ ബോഡി കഴിയുമ്പോൾ അതിൽ ഏതാണ്ട് 200-300 ഇടയിൽ ആളുകളായിരുന്നു ഉണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? ഓരോ വർഷവും ഇതിനൊരു കമ്മിറ്റി ഒരു വർഷത്തേക്കേ ഉള്ളൂ. ഒരു വർഷത്തേന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, പിന്നെ ഒരു ബാക്കി വർക്കിംഗ് കമ്മിറ്റി 8-10 പേരുള്ള കമ്മിറ്റി. അതെല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. എല്ലാ വർഷവും വാർഷിക പൊതുയോഗമുണ്ട്. വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ഈ കമ്മിറ്റി മാറിക്കൊണ്ടിരിക്കും. പ്രധാനമായിട്ടും ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? സാന്ത്വനം കുവൈറ്റിന്റെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങളാണ്. അപ്പം രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നു. അപ്പം അത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിപ്പോൾ ഈ 25 വർഷത്തെ പ്രവർത്തന ഇടയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അതായത് ഒരു 80ഓളം രോഗികൾക്ക് നമ്മൾ എല്ലാ മാസവും നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പോലെ പെൻഷൻ പോലെ റെഗുലറായിട്ട് ഒരു 4000-5000 രൂപ വെച്ചിട്ട് ഒരു 80ഓളം ആളുകൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാ മാസം കൊടുക്കുന്നു? എല്ലാ മാസവും. അത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കൊടുക്കും. ഒരു വർഷം. അത് വർഷാവസാനം അവർ സിറ്റുവേഷൻ വിലയിരുത്തിയതിനു ശേഷം തുടരേണ്ടതുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് വീണ്ടും തുടരും. പുതിയ കേസുകളുണ്ട്, അതെടുക്കും. പിന്നെ അവർക്ക് മറ്റ് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവർ കുറച്ച് സ്വയം പര്യാപ്തരായി അവരുടെ സഹായം നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് നിർത്തും. അങ്ങനെ ഒരു സഹായമുണ്ട്. അതല്ലാതെ എല്ലാ മാസവും റെഗുലറായിട്ട് ഒരു 40-50 രോഗികൾക്ക് എല്ലാ സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നിർധന വിദ്യാർത്ഥികൾക്ക്, ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രത്യേകിച്ച്, അതായത് നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഈവൻ മെഡിസിൻ പഠിക്കുന്ന MBBS പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയും നമ്മുടെ മുമ്പിൽ എത്തുന്ന അപേക്ഷ പരിഗണിച്ച് അത് നമ്മൾ 50,000 രൂപ 1,00,000 രൂപ വരെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സഹായമുണ്ട്. പിന്നെ വീട് നിർമ്മാണം, വളരെ നിർധന കുടുംബത്തിന് പല വീടുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. രോഗികൾക്ക് മാത്രമല്ല ഇത്, അല്ല എല്ലാ മേഖലയിലും നിർധനരായി താഴെ നിൽക്കുന്ന ആളുകളെ സമൂഹത്തിൽ കൈപിടിച്ചു ഉയർത്തുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ഒരു തലോടലാണല്ലോ. തലോടലാണല്ലോ. ഈ ഇപ്പോൾ കേരളത്തിൽ എത്ര യൂണിറ്റ് ഉണ്ട് ഇതിന്? കേരളത്തിൽ നമ്മൾ ഈ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുമായിട്ട് സാന്ത്വനം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ RCCയിൽ ഒക്കെ ഉള്ള, അവിടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വോളണ്ടിയർമാർ, അവിടെ അക്കോമഡേഷൻ കൊടുക്കുന്ന, RCCയിലൊക്കെ വരുന്ന രോഗികൾക്ക് സൗജന്യ താമസ സൗകര്യം കൊടുക്കുന്ന ഒരു വിശ്രമ സങ്കേതം എന്ന് പറഞ്ഞൊരു താമസ സൗകര്യ ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനം. പിന്നെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഈ കോട്ടയത്തെ നമ്മുടെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, പിന്നെ തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ്, വയനാട്, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൊലൈസ്, ഷീബ അമീറിൻ്റെ സൊലൈസ്, അതുപോലെ അംഹ എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള സ്ഥാപനം, അങ്ങനെ ഒരുമാതിരി കേരളത്തിലുള്ള എല്ലാ ജീവകാരുണ്യ സംഘടനകളുമായിട്ട് സാന്ത്വനം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നും അവരുടെയൊക്കെ സഹായത്തോടു കൂടി കേരളത്തിൽ നമ്മുടെ ഒരു സ്ഥാപനം, സാന്ത്വനത്തിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ ഇപ്പം കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 4 ജില്ലകൾ, ഉദാഹരണത്തിന് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, അതുപോലെ വയനാട് ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, ഈ 4 സ്ഥലത്തും സാന്ത്വനത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉള്ള സ്ഥാപനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് കാസർഗോഡ് നമ്മുടെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററാണ്. ഒരു 40-45 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച് സൗജന്യ ചികിത്സ കൊടുത്തു വരുന്നു ഫിസിയോതെറാപ്പി സെൻ്റർ. വയനാട്ടിൽ ഒരു ജ്യോതി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ മാനസിക രോഗികളെയൊക്കെ പുനരുദ്ധരിക്കുന്ന സ്ഥാപനം, അത് അവരുടെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ അവരുടെ സ്ഥാപനത്തോട് ചേർന്ന് ഈ വർഷം 2025 അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി സെൻ്റർ. അതുപോലെ ഇടുക്കി ജില്ലയിലെ പശുപ്പാറയിൽ ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്റർ, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ. ആ പശുപ്പാറ വളരെ അവികസിതമായൊരു തോട്ടം തൊഴിലാളി മേഖലയാണ്. ഞങ്ങൾ അവിടെ ഒരു പീപ്പിൾസ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് യുവാക്കളൊക്കെ ചേർന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയും ഒരു ക്ലബ്ബും ഉണ്ട്. അപ്പോൾ അവിടെ പല പ്രാവശ്യം ആ മേഖലകളിൽ ഒരുപാട് ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അവിടെ സഹായം ചെയ്ത് പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമൂഹത്തിനൊരു ഹോള് പോലും അവിടെ ഇല്ല എന്നുള്ള മനസ്സിലായി. അപ്പം അവർ വർഷങ്ങളായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിലായി. അപ്പം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രൊജക്റ്റ് എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹോൾ ആൻഡ് പാലിയേറ്റീവ് സെൻ്റർ അവിടെ നിർമ്മിച്ചു. ഈ ഓണത്തിന് സമയത്തായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് നിർവഹിച്ചത്.
അത് ഒരു 35 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഹാൾ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററാണ്. അത് അവിടുത്തെ ആളുകൾക്കെല്ലാം ആ ഒരു 3-4 പഞ്ചായത്തിലെ ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ അവർ സംഘടിപ്പിക്കുന്നു. അവിടെ ബോധവൽക്കരണ ക്യാമ്പുകൾ, പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേഷൻ സ്ഥലം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള അത് ഉണ്ട്. അതുപോലെ ഇപ്പം കൊല്ലം ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഈ നീണ്ടകര പ്രദേശത്താണ്. അത് ഈ ധാതു മണൽ. അപ്പൊ അവിടെ ഈ RCC അതുകൊണ്ട് തന്നെ അവിടെ ഒരു സബ് സെന്റർ ഉണ്ട്. RCC റീജിയണൽ ക്യാൻസർ സെന്റർ സബ് സെന്റർ ഉണ്ട് ഈ നീണ്ടകര കൊല്ലത്ത്. അപ്പൊ അവിടെ അവർക്കൊരു ഇയർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഫെസിലിറ്റി എല്ലാം ഉള്ള ഒരു മൊബൈൽ ആംബുലൻസ്, ഒരു മൊബൈൽ ക്ലിനിക് വാൻ, അത് 25 ലക്ഷം രൂപയോളം വരുന്ന അത് ഇപ്പം ഈ മാസം അതിന് ഹാൻഡ് ഓവർ ആണ്. RCC ഹാൻഡ് ഓവർ ചെയ്യാണ് സാധനം. ഇതൊക്കെയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഇത് നിങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇതിലെ അംഗങ്ങൾ മാത്രമല്ല, പുറത്തുള്ള ആളുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുമല്ലോ? പുറത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സംഭാവന ചെയ്യുന്ന ഒരു 99% മലയാളികളാണ്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മലയാളികൾ. അല്ലാതെ കുവൈറ്റിൽ പുറത്തുള്ള ആളുകളിൽ നിന്നും അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ തീരില്ല. നമ്മൾ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ ചില ഇപ്പം ഉദാഹരണത്തിന് വയനാട്ടിൽ നമ്മൾ ഈ ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിലുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മ, കുവൈറ്റിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പരിചയത്തിലുള്ള അവരൊരു 5 ലക്ഷം രൂപ ഈ ഫിസിയോതെറാപ്പി എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടി ഇതിലോട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. അല്ല നമ്മൾ ഫണ്ടായിട്ട് വേറെ പുറത്ത് മേടിക്കുന്നില്ല. ഇനി അടുത്തൊരു ചോദ്യം, ഇപ്പം ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പലതും ഫേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിൻപിൽ അത് വലിയൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന സംഘടനകൾ. അതല്ല, കുറച്ച് പേരെ എവിടെന്തെങ്കിലും കൊണ്ടുവന്ന് ഡിസ്പ്ലേ ആയിട്ട് വെക്കുന്നു, അത് കാണാനായിട്ട് ആളുകൾ വരുമ്പോൾ മലയാളിയുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോഴും കരുണയുടെ ഒരു ഉറവുള്ളതാണ്. തീർച്ചയായിട്ടും അവന് ഒരു വിഷമം കാണുമ്പോൾ തീർച്ചയായിട്ടും സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. അതിനെ മുതലാക്കിക്കൊണ്ട് കൊഴുത്തു വരുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്തായാലും നമ്മുടെ കുവൈറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഘടന. അതിൻ്റെ സുതാര്യതയും സത്യസന്ധതയ്ക്കും ഉള്ള എന്താണ് അതിലെ അക്കൗണ്ടുകളൊക്കെ എങ്ങനെയാണ് അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്? ഏത് രീതിയിലാണ് ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ വിശ്വസനീയത ഉറപ്പുവരുത്തുന്നത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഷാജീബൻ ചോദിച്ചത്. ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ വിശ്വാസ്യത എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോഴും പറയും സാന്ത്വനം കുവൈറ്റിൻ്റെ അതിൻ്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശ്വാസ്യതയാണ്. അപ്പം അതുകൊണ്ടാണ് കുവൈറ്റിലെ മലയാളികൾ 25 വർഷത്തിന് ശേഷവും ഇത്രയധികം ഈ സാമ്പത്തിക അവരുടെ വരുമാനത്തിന്റെ പങ്കാണ് തരുന്നത്. അത് വളരെ വിശ്വാസ്യതയുടെ ഒരു വർഷം ഏതാണ്ട് 1.25 കോടി രൂപയോളം ഞങ്ങൾ കേരളത്തിൽ വിവിധ സഹായ പദ്ധതി അതിനുവേണ്ടി മുഴുവൻ പൈസ ആളുകൾ തരുന്നത്. അപ്പോൾ അവരെ ആ വിശ്വാസ്യത 25 വർഷങ്ങളായിട്ട് ഒരേപോലെ നിലനിന്ന് പോകുന്നുണ്ടെന്നുള്ളതാണ്. ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന സംഭാവനകളുടെ എണ്ണം കൂടുതലാണ്, കുറയുന്നില്ല. അപ്പോൾ അത് 25 വർഷമായിട്ട് ഒരു മാസം പോലും നമ്മുടെ പ്രവർത്തനം നിന്നിട്ടുമില്ല. കോവിഡ് കാലത്ത് പോലും റെഗുലറായിട്ട് സഹായങ്ങൾ ചെയ്തു പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് ആളുകൾ അവർ തരുന്ന പൈസ കൃത്യമായിട്ട് അർഹിക്കുന്നവരടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് അവർക്കൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സാന്ത്വനം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും നമ്മൾ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം രോഗികൾക്ക് സഹായം ചെയ്തു, അവരുടെ പേര്, വിവരം, അഡ്രസ്സ് അടക്കം ഫുള്ളായിട്ട് ഒരു 4-5 പേജുള്ള റിപ്പോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ കൊടുത്ത രോഗികളുടെയും എമൗണ്ടും സഹായങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ ഈ കംപ്ലീറ്റ് മെമ്പേഴ്സിനും ഇമെയിൽ ചെയ്യുകയും വാട്സപ്പ് ചെയ്യുകയും ചെയ്ത് അവരെ അറിയിക്കുന്നുണ്ട് പ്രവർത്തനം. പിന്നെ അവർ തരുന്ന പൈസ നമ്മൾ അക്കൗണ്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വർഷാവസാനം ഒരു സുവനീർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ഒരു വാർഷിക സുവനീർ. ആ വാർഷിക സുവനീറിൽ ഈ കംപ്ലീറ്റ് നമുക്ക് സംഭാവന തന്ന മുഴുവൻ ആളുകളുടെയും പേര്, വിവരം എഴുതി, അവർ തന്ന തുക എത്ര കുവൈറ്റ് ദിനാറാണെന്നുള്ളത് എഴുതി ഫുള്ളായിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആരുടെയെങ്കിലും ഒരാൾ തന്ന പൈസ അതിനകത്ത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് വെരിഫൈ ചെയ്ത് അറിയാൻ പറ്റും. മുഴുവൻ ആളുകളെ അങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വർഷാവസാനം നമ്മൾ വാർഷിക യോഗത്തിൽ ഈ ഫുൾ നമ്മുടെ കണക്ക് ഓരോ മാസത്തെയും വരവ് ചെലവ് അവതരിപ്പിച്ച് നമ്മുടെ ലാസ്റ്റ് ഡിസംബർ കഴിയുമ്പോൾ നമ്മുടെ വരവ് ഒരു 10,000 കേടിയാണെങ്കിൽ ചെലവ് 10,000 കേടിയാണ്. 0 ബാലൻസിൽ നമ്മൾ ആ വർഷത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അല്ലാതെ അതിനകത്തൊരു ബാലൻസ് ഒരു പൈസ പോലും നമ്മൾ മിച്ചം വരുന്നില്ല. എല്ലാം അക്കൗണ്ടഡ് ആണ്. അതായത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതെ രോഗികൾക്ക് കൊടുക്കുന്നു, മിച്ചം വരും. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ സ്പെഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള പൈസ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ചിലപ്പം അടുത്ത വർഷമായിരിക്കും. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ട് അത് അക്കൗണ്ട് ചെയ്ത പൈസ ആയിരിക്കും ബാലൻസ് ഉണ്ടാവുക. അല്ലാതെ ഒരു മിസ്ലേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് ആയിട്ടോ അങ്ങനെ എക്സ്ട്രാ കളക്ഷൻ നമുക്കില്ല എന്നുള്ളതാണ്. അതായത് ട്രസ്റ്റ് ഈസ് ദ ഓൺലി തിങ്.
ദാറ്റ് ഫയർ കനോട്ട് ഡിസ്ട്രോയ് എന്നാണ് പറയുന്നത്. തീർച്ചയായും അതെ. അതായത് അഗ്നിക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലോകത്ത് ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, അത് ട്രസ്റ്റാണ്, വിശ്വാസ്യതയാണ്. വിശ്വാസമുള്ളവരെ വീട്ടിൽ കയറ്റുള്ളൂ, അറിയാം. അല്ല, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും വിശ്വാസം എന്ന് പറഞ്ഞ വലുതാണ്. അതുകൊണ്ട് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതി വിശ്വാസമാണ്. അടുത്ത ചോദ്യം, താങ്കൾ 10-25 വർഷമായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നു, എല്ലാ രംഗത്തും മുമ്പിൽ തന്നെയുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ അങ്ങയുടെ ഉള്ളിൽ തട്ടിയ വേദനാജനകമായിട്ടുള്ള ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് രോഗികളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർ പലരെയും സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉള്ളിൽ തട്ടിയ ഒരു സംഭവം പറയാമോ, ഓർമ്മയിലുണ്ടെങ്കിൽ? ഈ ഇത്രയും വർഷത്തെ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ സാന്ത്വനം കൊടുക്കുന്ന സഹായങ്ങളിലൂടെയാണ് നമ്മൾ ഈ രോഗികളെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പം അതിനകത്ത് 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ രോഗികളുടെ ഒരു ഞങ്ങളുടെ ഒരു അടിസ്ഥാന സിദ്ധാന്തം പോലെ ഞങ്ങൾ വെക്കുന്ന ഒരു കാര്യമാണ്, ഈ രോഗികൾക്കും അവരുടേതായ അന്തസ്സുണ്ട്. അപ്പം അതിനെ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ടെന്നുള്ളത്. അതായത് എന്തുകൊണ്ട് അവർ നമ്മളോട് സഹായം ചോദിക്കുന്നത്, അവരുടെ ഒരു ദൈന്യ അവസ്ഥയിൽ നിന്നാണ് നമ്മളോട് സഹായം ചോദിക്കുന്നത്. അപ്പം അവരുടെ ആ ദൈന്യാവസ്ഥ ആർക്കും സംഭവിക്കാം, കാരണം അവരുടെ ചെയ്തികൾ കൊണ്ട് സംഭവിച്ചല്ല, യാദൃശ്ചികതകളാണ്, അപകടങ്ങളാവാം, രോഗാവസ്ഥകളാകാം. അപ്പം അതുകൊണ്ട് അവരുടെ അന്തസ്സിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ സഹായങ്ങൾ കഴിയുന്നത്ര നമ്മൾ ഇവരുടെ അക്കൗണ്ടുകളിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ഏതെങ്കിലും ചടങ്ങുകൾ നടത്തി രോഗികളെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി അങ്ങനെ കൊടുക്കുന്ന ഏർപ്പാട്, ഫോട്ടോ എടുത്ത് അതൊന്നും ചെയ്യാറില്ല. കഴിയുന്നത്ര അവരുടെ അക്കൗണ്ടിലോട്ട് നേരിട്ട് അയച്ചു കൊടുത്തു, അവരുടെ അക്കൗണ്ടിൽ പൈസ എത്തുക മാത്രം അവരതറിയും. എൻ്റെ ചോദ്യം അതല്ല, അങ്ങയുടെ അനുഭവത്തിൽ അങ്ങേക്ക് വേദനാജനകമായി തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും എനിക്ക് ഓർക്കാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള പല മേഖലകളിലും, രാഷ്ട്രീയത്തിലായാലും എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായാലും സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വളരെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സഹായം അവിടെ ഉണ്ടായല്ലോ എന്ന് തൃപ്തി അടയുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അത്തരം സംഭവം ഞാൻ അത്തരം സംഭവങ്ങളിൽ പലപ്പോഴും ഉദാഹരണമായിട്ട് കാസർഗോഡിൽ എന്തോ സംസ്ഥാന കേസ്, ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ കുട്ടിയെ പോയി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും വികാരം. അതിൽ നമ്മുടെ ഈ സഹായങ്ങൾ പല കേസുകളിലും പലരുടെയും ലെറ്ററുകളും ഫോൺ വിളിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൈസ, അതായത് അവര് ഏതാണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണം, അതിന് പൈസ തികഞ്ഞിട്ടില്ല, കൊണ്ടുപോകേണ്ട ഡേറ്റ് കഴിഞ്ഞു, വളരെ ഒരു നിവൃത്തിയുമില്ല, ഒരു രീതിയിലും പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാന്ത്വനത്തിൻ്റെ 10,000 രൂപ അക്കൗണ്ടിലോട്ട് വരുന്നത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരിക്കുമ്പോൾ കിട്ടിയ സഹായമാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ലൈഫ് സേവിങ് ആണല്ലോ. നമ്മള് ജീവൻ രക്ഷിക്കുകയാണ്. അതെ, അനുഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, അവർ നല്ല നിലയിൽ പഠിച്ചു, കുടുംബം സാമ്പത്തിക ഭദ്രതയിലുണ്ടായിരുന്നു. എവിടെയാണത്? അവര് കണ്ണൂർ ജില്ല പറഞ്ഞു. അപ്പം ഈ കുട്ടി ഇതിനിടയിൽ അമ്മയ്ക്ക് വളരെ അപൂർവമായ ഒരു രോഗം ബാധിച്ചിട്ട് ഭയങ്കരമായ ചികിത്സാ ചെലവുകൾ വന്ന്, അച്ഛനും ജോലി ഉണ്ടായിരുന്നതാണ്. അപ്പം അച്ഛൻ്റെയും ജോലി റിട്ടയർമെൻറ്റായി. അപ്പം അതിൻ്റെ പെൻഷൻ പൈസയും ആ റിട്ടയർമെൻറ്റ് തുക മുഴുവൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, ലക്ഷക്കണക്കിന് രൂപയായി. അപ്പം ഇവർ ഭയങ്കര നിർദ്ധണ്ടായി, കടം ഒരുപാടായി. അപ്പം ഈ കുട്ടിക്ക് ഈ മെഡിസിന് MBBS പഠിക്കുന്ന കുട്ടി, അപ്പം ഹോസ്റ്റൽ ഫീസും മറ്റും റെഗുലർ കൊടുക്കുന്നതിന് പോലും ബുദ്ധിമുട്ട് നേരിടും. അങ്ങനെ അവസ്ഥയിലാണ് ഒരു പരിചയമുള്ള ആളുകൾ വഴി നമുക്കിത് അറിയുന്നത്. അപ്പം അവർക്ക് ആ കുട്ടിക്കുള്ള 10,000 രൂപ ഹോസ്റ്റൽ ഫീസ് എല്ലാ മാസവും ഒരു 3 വർഷത്തോളം സാന്ത്വനം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MBBS കഴിഞ്ഞ് ആ കുട്ടി ഹൗസ് സർജൻസിക്ക് ചേർന്നു. അപ്പോൾ ഒരു 3-4 മാസം മുമ്പാണ്. അപ്പം ആ സമയത്ത് ആ കുട്ടി വിളിച്ചു, ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞു, ജയിച്ചു, ഞങ്ങൾ ഹൗസ് സർജൻസ് തുടങ്ങുവാണ്, അപ്പോൾ എനിക്കിനി 15,000 രൂപ വെച്ചിട്ട് ഹൗസ് സർജൻസി കിട്ടും, അതുകൊണ്ട് ഈ പൈസ മറ്റ് ആർക്കെങ്കിലും രോഗികൾക്ക് മറ്റോ കൊടുത്തോളൂ, എന്തുകൊണ്ട് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കുട്ടി അപ്പൊ നമ്മൾ ഒരു വലിയ മെസ്സേജ് കൈമാറി പോകുന്നുണ്ട്. ഈ സാന്ത്വനത്തിന് സാമ്പത്തികം മാത്രമല്ല, അത്തരം മനുഷ്യരെ സൃഷ്ടിക്കൂടി ചെയ്യുന്നുണ്ട്. ഈ മറ്റുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെടണം. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള മനുഷ്യരാണ് ഇനി നമുക്ക് ഈ സമൂഹത്തിൽ ആവശ്യം. ഇനി വരാൻ പോകുന്ന ഈ വർഷങ്ങളിൽ, അല്ലെങ്കിൽ 2025 ഈ വർഷം പുതിയതായിട്ടുള്ള എന്തെങ്കിലും പുതിയതായിട്ട് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഈ ചികിത്സാ കാര്യങ്ങളിൽ മനുഷ്യർ കേരളത്തില് ഭയങ്കരമായിട്ട് മറ്റു പല ഭാഗത്തേക്ക് എത്തണമല്ലോ. തീർച്ചയായും അത് ഇപ്പൊ 4 ജില്ലയിലാണ് നിങ്ങൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാറി ബാക്കിയുള്ള 10 ജില്ലകളിൽ കൂടി തീർച്ചയായും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മള്
ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഈ അവിടുത്തെ മനുഷ്യർക്ക്, നിർധനരായ മനുഷ്യർക്ക്, സഹായം അർഹിക്കുന്ന മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള എസ്പെഷ്യലി ഹെൽത്ത് സെക്ടറിലുള്ള ഫെസിലിറ്റി സെന്ററുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കേരളത്തിലെ മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ 4 ജില്ലകളിൽ ഓൾറെഡി നല്ല ഫെസിലിറ്റി ആയിട്ടുണ്ട്. ബാക്കി 10 ജില്ലകളിൽ കൂടി ഇത്തരം ഈ ഹെൽത്ത് റിലേറ്റഡായ സെക്ടറിൽ സർവീസ് ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ അതാത് ജില്ലകളിലുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഈ ക്ലബ്ബുകളോ വോളണ്ടറി ഓർഗനൈസേഷൻ അവരുമായിട്ട് ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഒരു ആലോചനയുണ്ട്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അങ്ങേപ്പോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഒരുപാട് ഉണ്ടാകട്ടെ. ആ അങ്ങേപ്പോലുള്ള ആളുകളുടെ സഹായഹസ്തം ഒരുപാട് പേരിലേക്ക്, കാരണം നിർധനരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെടുന്നവർ, വൃദ്ധന്മാർ, രോഗികൾ, ഇവരെയൊക്കെ എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നതല്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, ബ്ലെസ്ഡ് ആർ പൂർ ഇൻ ദി സ്പിരിറ്റ്, ദേ ഷാൽ ബി ദ കിങ്ഡം ഓഫ് ഹെവൻ. ആത്മാവിൽ ശുദ്ധതയുള്ളവർക്ക് മാത്രമേ മനുഷ്യത്വം ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമേ സ്വർഗരാജ്യമുള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. ഹിന്ദിയിൽ നമ്മുടെ നബി വചനമുണ്ട്, മസ്ദൂർ കാ മസ്തൂരി ഉൻകാ പസീന സുഖ്നെ സെ പകലെ ദേ ദോ. മസ്ദൂർ കാ മസ്തൂരി ഉൻകാ പസീന സുഖ്നെ സെ പകലെ ദേ ദോ. ജോലി ചെയ്യുന്നവന് വേർപ്പുണങ്ങുന്നവന് കൂലി കൊടുക്കണം. അതും മനുഷ്യത്വമാണ്. അങ്ങേപ്പോലുള്ള മനുഷ്യത്വമുള്ളവരെ ഒരുപാട് പേരുണ്ടാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് BBC പരിപാടിയോട് സഹകരിച്ചതിന് മിസ്റ്റർ ജ്യോതിദാസ് ഒരായിരുന്നു. താങ്ക് യു. ഞാനൊരു വാക്ക് കൂടി പറഞ്ഞു. അപ്പം ഈ സാന്ത്വനത്തിന് പ്രവർത്തകർ കുറേ വോളണ്ടിയേഴ്സ്, വളരെ ആത്മാർപ്പണമുള്ള ഒരു 40ഓളം വോളണ്ടിയേഴ്സാണ് സാന്ത്വനത്തിൻ്റെ ഈ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഈ ആളുകളിൽ നിന്നെല്ലാം പൈസ കളക്ട് ചെയ്യുന്നത്. ഞാനും അതിലൊരാൾ മാത്രമാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് സാന്ത്വനം അതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാ വർഷവും ഭാരവാഹികൾ മാറുകയും ചെയ്യും. ഭാരവാഹികൾക്ക് നമ്മൾ അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കുന്നുമില്ല. നമ്മുടെ ഈ വോളണ്ടിയേഴ്സ് എല്ലാം ചേർന്ന് അതിലൊരു വോളണ്ടിയർ എന്ന മാത്രം നിലയിലാണ് എൻ്റെ പ്രവർത്തനം. അത് തീർച്ചയായും BBC ചാനൽ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത് സമൂഹത്തിലോട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തികളുടെ ഒരു പ്രശ്നമല്ല, മറിച്ച് ഇത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും സമൂഹത്തിൽ പടരണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ വ്യക്തികൾക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യപ്പെടുത്തുകയാണ്. അതെ. ഇത് കൂടുതൽ ആളുകളിലോട്ട് എത്തട്ടെ ഈ സന്ദേശം. മറ്റു മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്ന ഒരു എമ്പതി എന്ന സംഭവം, ആ ഒരു വികാരം കൂടുതൽ ഉണ്ടാവട്ടെ, അനുതാപം കൂടുതൽ ഉണ്ടാവട്ടെ. അപ്പം സമൂഹം അത്തരത്തിൽ നമ്മൾ പരസ്പരം സഹായിച്ചാൽ മാത്രമേ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ഒരു വിശ്വാസമാണ്. അപ്പം അത് നല്ല നിലയിൽ പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി. വളരെ താങ്ക് യു.